പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെ 15 പരാതികളാണ് അൻവർ നൽകിയിട്ടുള്ളത്. അരുൺ അമർനാഥ് വിവരങ്ങൾ നൽകും. അരുൺ, വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. ഫോൺ ചോർത്തൽ അടക്കമുള്ള പരാതികളുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അന്വേഷണം അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന സംശയമായിരുന്നു. പക്ഷേ മൊഴി രേഖപ്പെടുത്തൽ തുടരുന്നു. എത്ര സമയമായി? ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ അന്വേഷണം എന്ന് പറയാൻ കഴിയുമോ? നിവിഷ്, പി വി അൻവറിൻ്റെ മൊഴിയെടുക്കൽ 5-ാം മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റേഞ്ച് DIG തോംസൺ ജോസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തെ തന്നെ കോളിളക്കമുണ്ടാക്കിയ സംഭവ വികാസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ അൻവർ ചൂണ്ടിക്കാണിച്ച 15 പരാതികളാണ്. ഇതിൽ വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങളായിരുന്നു. അതിലക്കമിട്ട് നിരത്തിക്കൊണ്ട് അൻവർ പറഞ്ഞ 15 പരാതികളാണ്. ഓരോ ആരോപണങ്ങളിലേക്ക് വന്നാൽ SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് അൻവർ തുടങ്ങിയത്. പിന്നീട് പിറ്റേ ദിവസം അൻവർ എത്തിയത് ADGP MR അജിത് കുമാറിലേക്കായിരുന്നു. മുഖ്യമന്ത്രിയുടെയും ഓഫീസിൻ്റെയും ഫോൺ ചോർത്തൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ, സോളാർ കേസ് അട്ടിമറി, എടവണ്ണ റിദാൻ ബാസിൽ കൊലപാതകം, ഒപ്പം അത് പോലീസ് കെട്ടിച്ചമച്ചാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ADGPക്കും SP സുജിത് ദാസിനും സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ, ഇതിനെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെയാണ് അതിന് തുടർന്നുണ്ടായ വെളിപ്പെടുത്തൽ വന്നതോടെയാണ് SPS സുജിത് ദാസിന് സസ്പെൻഷൻ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ഈ MR അജിത് കുമാറിനെ എതിരെ കാര്യങ്ങൾ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നുപോലും മാറ്റിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു അതൃപ്തി പല കോണുകളിൽ നിന്നുമൊക്കെ ഉയർന്നിരുന്നു. അതിൻ്റെയൊക്കെ രാഷ്ട്രീയപരമായ പ്രസക്തി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടമെന്നോണം അൻവറിൻ്റെ മൊഴി എന്തായാലും രേഖപ്പെടുത്തുന്നത്. 5 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. വിശദമായി തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്.